തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ശ്രീ എൻ മാധവൻകുട്ടി സീനിയർ ജേർണലിസ്റ്റ് ആണ്. നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പല ഫേസ്ബുക്ക് കുറിപ്പുകളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തിന് ഈയിടെ ഫേസ്ബുക്കിൽ നമ്മുടെ അസഹിഷ്ണുതയുടെ ഒരു ഫലമാണ്. ചിലർ കംപ്ലൈൻറ്റ് ചെയ്യും, ചിലർ പെട്ടെന്ന് പോലീസ് ആക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതിപ്പം നാട്ടിൽ മാത്രമല്ല, ഇന്ത്യ ഉടനീളം എന്തെങ്കിലും സ്വതന്ത്ര ചിന്ത, അത് ഇടതുപക്ഷത്തിൽ നിന്നാലും വലതുപക്ഷത്തിൽ നിന്നാലും സ്വതന്ത്ര ചിന്തയുടെ ഒരു അംശമെങ്കിലും ഉണ്ടെങ്കിൽ പല ഐഡിയോളജിക്കാരെ ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഞാൻ ഡൽഹിയിൽ നിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗാന്ധിയൻ മാർക്സിസ്റ്റിന്റെ വ്യൂവിലാണ്. ശ്രീ മദൻകുട്ടി അദ്ദേഹത്തിന്റെ വ്യൂവിനെ പറ്റി, അദ്ദേഹത്തിന്റെ ആശയപരമായ അഭിമുഖത്തെ പറ്റി അദ്ദേഹം തന്നെ പറയും. മിസ്റ്റർ മദൻകുട്ടി, വെൽക്കം. നമ്മൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച്, ഐഡിയാസ് എക്സ്ചേഞ്ച് നമുക്ക് തുടർന്ന് പോകാൻ ഉള്ള സമയവും സൗകര്യവും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭാഷണം കേരളത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെക്കുറിച്ചാണ്. അത് എന്താണ് കേരളത്തോടും കേരളത്തിന്റെ രാഷ്ട്രീയത്തോടും പറയുന്നത്? ശ്രീ മാധവൻകുട്ടി. ശ്രീ ചെറിയാൻ, വളരെ നന്ദിയുണ്ട് എനിക്ക് ഈ അവസരം തന്നതിന്. കാരണം താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ 14 വർഷമായി ഫേസ്ബുക്കിലും എക്സിലും, ഇപ്പോഴത്തെ എക്സ് പഴയ ട്വിറ്ററിലും മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ മെറ്റാ കമ്പനി കഴിഞ്ഞ 2 ആഴ്ചയായി എൻ്റെ ആക്ടിവിറ്റികളൊന്നും ഇന്ത്യയിൽ ആർക്കും കാണാൻ പാടില്ല എന്ന വിലക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും എൻ്റെ ഫാസിസ്റ്റ് വിരുദ്ധമെന്ന്, അതായത് ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന ഭരണ സംവിധാനത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള എൻ്റെ ഇടപെടലുകളാണ് അത്തരത്തിലേക്കുള്ള ഒരു വിലക്കിലേക്ക് നീങ്ങിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അത്തരത്തിൽ എൻ്റെ പോസ്റ്റുകളോടും എൻ്റെ നിലപാടുകളോടുമുള്ള അസഹിഷ്ണുത തീർച്ചയായിട്ടും അത് RSS, BJP തുടങ്ങിയ സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ അവരുടെ ഗ്രൂപ്പുകളിൽ നിന്നോ ആണ് ഉണ്ടാവാൻ സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അത് ഭയപ്പെട്ടിരുന്നു എന്ന് പറയണ്ട, പ്രതീക്ഷിച്ചിരുന്നു. ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിമത ശബ്ദങ്ങള് തീർച്ചയായും അതിന് വിലങ്ങ് വീഴും എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു സാമൂഹ്യ മാധ്യമ പ്രവർത്തനമാണ് ഞാൻ നടത്താൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിൽ അത്ഭുതകരമായി എന്നെ വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും എന്നെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കാര്യം, ഒരുപക്ഷെ അങ്ങനെ എൻ്റെ ഇടപെടലുകള് അസഹിഷ്ണുത പ്രകടിപ്പിച്ച് അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു RSS അല്ലെങ്കിൽ സംഘപരിവാർ, ബജരംഗ് ദളി, സൈബർ ആക്രമിയുടെ ഒരു പരാതി എന്നോട് അറിയിക്കുക പോലും ചെയ്യാതെ, എന്നെ ആ വിവരം അറിയിക്കുക പോലും ചെയ്യാതെ കേരള പോലീസോ അല്ലെങ്കിൽ കേരളത്തിലെ നിയമ പാലകർ എൻ്റെ ഫേസ്ബുക്കിൽ ഇന്ത്യയിലെ പ്രചരണത്തിന് വിലങ്ങിട്ടതിൽ ഞാൻ ശക്തമായി പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധം താങ്കളുടെ തെക്കുവടക്ക് പരിപാടിയിലൂടെ ഇത് ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷ വിശ്വാസികളെയും അറിയിക്കാനുള്ള ഒരു അവസരം തന്നതിന് ഞാൻ ചെറിയനോട്, താങ്കളാണ് അത് ഗൗരവമായി, ഞാൻ ചെറിയ മനുഷ്യനായിരിക്കും എന്നാൽ അതിന്റെ ഗൗരവം താങ്കൾ ലോകത്തോട് അറിയിക്കാൻ കാണിച്ച സന്നദ്ധത ജനാധിപത്യത്തിന് ചെറിയ ആശ്വാസമല്ല തരുന്നത്.